ബംഗാളിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള, അതായത് ഇതുവരെ നടക്കാത്ത ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ടിട്ട് 120 ഏക്കർ BSFന് കൈമാറാനായിട്ട് സുവേന്ദു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും? ബംഗാളിൽ എല്ലാം മാറ്റങ്ങളാണ് പതിത. അവിടെ വരാൻ പോകുന്നത് എല്ലാം മാറ്റങ്ങളാണ്. ഈ ബംഗാൾ 15 വർഷത്തോളം നമ്മുടെ ഒരു വൻമതിൽ കെട്ടി മമതാ സർക്കാർ കോട്ട പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ആ സ്ഥലത്ത് അവിടെ എന്താണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ആ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന നടപടികളുമാണ്. ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? ഈ ബംഗ്ലാദേശികളെല്ലാം കൂടെ ഇവിടുന്ന് കയറി വന്നതാണ്. ഇവിടുന്ന് കയറി വന്ന നമ്മുടെ സംസ്ഥാനത്ത് വരെ വന്നില്ലേ, പടർന്നില്ലേ? തമിഴ്നാട്, പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ ഒരു പടർന്ന് കയറി അല്ലേ? ഇപ്പൊ കഴിഞ്ഞ SIR പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 90 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്. അതിൽ പകുതിയോളം ബംഗ്ലാദേശികളാണ്. ഇവരെല്ലാം കൂടെ ഇവിടുന്ന് കയറി വന്നതാണ്. ഈ അതിർത്തി ജില്ലയിൽ കൂടാണ് അല്ലേ? മുർഷിദാബാദ്, മാൽഡ തുടങ്ങിയ അതിർത്തി ജില്ലകൾ പോലെ യാതൊരു വേലിക്കെട്ടോ നിയന്ത്രണമില്ലാത്ത ഈ സ്ഥലത്തൂടെ കയറി വന്നവരാണ്. അപ്പൊ ഇവരെ എല്ലാം ഇവിടെ വെച്ചേക്കുകയല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞ് SIR വഴി അവരെ എല്ലാം പുറത്താക്കേണ്ടവരെ എല്ലാം, അനധികൃതമായിട്ട് കയറിയവരെ എല്ലാം പുറത്താക്കി. അതോടൊപ്പം തന്നെ റേഷനും കൊടുക്കത്തില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഇന്ത്യ റേഷൻ കൊടുക്കേണ്ടെന്ന കാര്യം ഇല്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി, ബംഗ്ലാദേശികൾക്ക് മനസ്സിലായി. അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? നേരെ അവരുടെ മാതൃരാജ്യമായ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണ്. ബംഗ്ലാദേശിലേക്ക് ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ തിരിച്ചു ചെന്നാൽ ഉണ്ടാകാവുന്ന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാകും. ഇപ്പൊ തന്നെ അവിടെ ഗതിയില്ലാത്ത അവസ്ഥയിലാവും അല്ലേ? അവിടുത്തെ ജൻസി കലാപം ഒക്കെ നടത്തിയിട്ട് നോബൽ സമ്മാനം കിട്ടിയ യൂനുസിനെ വിളിച്ചവിടെ ഒരു ആൾപേരിന് വേണ്ടി ഭരണം നടത്തുന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു ഗതിയുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പെട്രോളിനും ഡീസലിനും 50 രൂപയിലേറെ വർധനവാണ് അവിടെ വരുത്തിയിരിക്കുന്നത്. അത് തന്നെ അവരുടെ ഇല്ല, സ്റ്റോക്കില്ല അവരുടെ. അതിനും നമ്മളാണ് സഹായിച്ചത്, ഇന്ത്യ ഗവൺമെന്റ് ആണ് സഹായിച്ചത്. അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വേണമെന്ന് പറയുമ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവര് നമ്മൾ പറഞ്ഞില്ലേ, കൊടുത്ത കൈക്ക് കൊത്തുന്ന പാർട്ടികളാണ് ഇവര്. അതാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ഭരണകൂടവും കുറെ ന്യൂ ജൻസി എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരും കൂടെ. ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ മാനുഷിക പരിഗണന വെച്ച് എല്ലാ സഹായം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. മോദിക്ക് മാനസിക പരിഗണന കൂടുതലുണ്ടോന്നൊരു സംശയവും വരുന്നുണ്ട്. അതെ പ്രജിത, നമ്മൾ പറയത്തില്ലേ, നമ്മളാണല്ലോ നമ്മൾ സ്ഥാപിച്ചു കൊടുത്തതാണ് അല്ലേ? നമ്മുടെ എല്ലാ സൈനിക സന്നാഹങ്ങളും ഉപയോഗിച്ച് ആ രാജ്യം നമ്മൾ സ്ഥാപിച്ചു കൊടുത്തതാണ്. സമാധാനമായിട്ട് കഴിയട്ടെ എന്ന് കരുതി നമ്മൾ സ്ഥാപിച്ചു കൊടുത്ത രാജ്യമാണ്. ഇതുവരെയുള്ള തുടർച്ച ഭരണങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മുടെയുമായിട്ട് ഏറ്റവും സൗഹൃദം പുലർത്തിയിരുന്ന സംസ്ഥാനമാണത്, രാജ്യമാണത്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉള്ള സ്വാധീനം, ഭീകരപ്രവർത്തകരുടെയൊക്കെ സ്വാധീനം വന്നതിന് ശേഷമാണ് ഈ ബംഗ്ലാദേശിൽ ഇമാതിരിയുള്ള ഒരു ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ഏത് കാലത്തും അങ്ങനെയാണ്, മാനുഷിക പരിഗണന നമുക്ക് എപ്പോഴും. അതുകൊണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികൾ, ബംഗ്ലാദേശിൽ കിടന്ന മറ്റൊരു വിഭാഗമാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾ, പഴയ ബർമ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവിടെ നിന്നുള്ള ആളുകൾ. അവരെല്ലാവരും അതും പശ്ചിമ ബംഗാളിലേക്കാണ് അടിഞ്ഞുകൂടിയത്. ഇവരെയെല്ലാം മമത വോട്ട് ബാങ്ക് ആക്കി മാറ്റിയിട്ട് നാട്ടുകാരാക്കിയിട്ട് അവർക്കെല്ലാം ആധാർ അടിച്ചു കൊടുക്കും. അതാണ് സംഭവിച്ചത്. അങ്ങനെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ നാട്ടുകാരല്ലാത്ത വെളിയിൽ നിന്ന് വന്നവരെല്ലാം കൂടെ സർവാധിപതികളായി. അവരെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെന്നുള്ളൊരു വ്യാജേന വോട്ട് ചെയ്തിട്ട് ഇവരെ 15 കൊല്ലം ഭരിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ബംഗ്ലാദേശിന്റെ അവസ്ഥ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇപ്പോഴ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ ബംഗ്ലാദേശിലേക്ക് അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഓടിക്കേറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ പണ്ടേ ദുർബല എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ബംഗ്ലാദേശികൾ കൂടെ കയറി ചെന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ ഈ കാര്യത്തിൽ വളരെ കർശനമായിട്ട് തീരുമാനം തീരുമാനിച്ചു. അതാണ് നമ്മുടെ പ്രൊജക്ട് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് സിലിഗുരി കോറിഡോർ എന്നുള്ളതാണ് വിളിക്കുന്നത്. അതെ, അതൊരു കുട്ടിക്കഴുത്ത് പോലെ ഒരു ചെറിയ സ്ഥലമാണത്. വളരെ വീതി കുറഞ്ഞ വളരെ ഒരു ചെറിയ സ്ഥലമാണ്. പക്ഷെ ഇത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെയും ചൈനയ്ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. ബംഗ്ലാദേശിന്റെയും ചൈനയും കൂടെ ഇടയ്ക്കാണ് അത് കിടക്കുന്നത്. ഇതിന്റെ തന്ത്രപ്രധാനമുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടലിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇത് നമ്മൾ കടൽ മാർഗത്തിലേക്ക് എക്സ്റ്റൻഷൻ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പർവ്വതനിരകളിൽ കിടക്കുന്ന നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, അസം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ വേഗത്തിൽ കടൽ മാർഗം ചരക്ക് ഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള വലിയൊരു പാസേജാണിത്.
അതാണ് ഇതിന്റെ സ്ട്രാറ്റജിക് പോയിന്റ് എന്ന്, വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശികൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ ഹോർമൂസ് കടലിടുക്കില് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെ തന്നെ ഇറാൻ അതാണല്ലോ ഹോർമൂസ് കടലിടുക്കിനെ പിടിച്ചു വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് അവരുടെ കരയോടെ ചേർന്ന് പോകുന്നതാണ്. അപ്പൊ അവർക്ക് അവിടെ സർവാധിപത്യം ഉണ്ട്. അതുകൊണ്ടാണ് മിസൈലും മറ്റു സാധനങ്ങളൊക്കെ എന്റെ അടിയിൽ വെച്ചേക്കുകയാണെന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ് ഈ ചിക്കൻ നെക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിക്കൻ നെക്ക് നമ്മുടെ പ്രദേശമാണെങ്കിലും രണ്ട് കരകളിൽ ഇവർ കിടക്കുന്നത് കൊണ്ട് അതിർത്തി നമ്മുടെ പറയത്തില്ല, വേലിക്ക് നിന്നുകൊണ്ട് കല്ല് വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് തടയിടാനായിട്ട് സുവേന്ദു അധികാരി തീരുമാനിച്ചു. പക്ഷേ ഇത് കൈമാറ്റം കഴിഞ്ഞു കഴിയുമ്പോ ഹൈവേ റെയിൽവേ പദ്ധതികളൊക്കെ വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കുമെന്നും മാത്രമല്ല ആ ഭാഗത്ത് സൈനിക നീക്കമൊക്കെ വേഗത്തിലാക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത്. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി 2014 കയറിയ ശേഷം ആദ്യം ചെയ്തത് കണക്ടിവിറ്റി, നോർത്ത് ഈസ്റ്റിലേക്കുള്ള കണക്ടിവിറ്റിയാണ് അദ്ദേഹം നോക്കിയത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ചൈനയും ബംഗ്ലാദേശും അവിടെ കിടന്ന് കളി ഞൊളയ്ക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ഗാൽവാൻ കുന്നുകളില് നമ്മുടെ 20 പട്ടാളക്കാരെയൊക്കെ അവർ കൊന്നില്ലേ എന്ന്. നമ്മുടെ സൈന്യത്തിന് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നില്ല, കണക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു, നല്ല മതിയായ റോഡുകളില്ല, മറ്റ് ഗതാഗത സൗകര്യങ്ങളുടെ കുറവ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്തത് അവിടത്തേക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ മണിപ്പൂരിലേക്ക് ട്രെയിൻ ഓടിച്ചില്ലേ? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? മണിപ്പൂരിലേക്ക് ആദ്യമായിട്ട് തീവണ്ടി ഓടിച്ചത് നരേന്ദ്രമോദി തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുത്ത ശേഷമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമാണ് ചിക്കൻ നെക്കിൽ 120 ഏക്കർ BSF വിട്ടുകൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ടൈംസ് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ചാനലുകളൊക്കെ വാർത്ത കൊടുക്കുന്നത് കണ്ടില്ലേ? 120 ഏക്കർ അത്രയും സ്ഥലം അവിടെ വരും. എന്നിട്ട് അവിടെ സൈനിക ക്യാമ്പും വരികയാണ്, BSF വലിയ ക്യാമ്പ്, പട്ടാള ക്യാമ്പും വരികയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അപ്പുറം ഇപ്പുറം കയറി ഇവർക്ക് മാന്താനും പിടിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഇനി അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ ഭരണമാറ്റത്തെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുമെന്ന് പറയുന്നത്. വലിയ മാറ്റമാണ് അത്. ഭരണമാറ്റമല്ല, ഭരണം അത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇനി ഒരു തവണയൂടെ മമതയുടെ ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ ഈ പശ്ചിമ ബംഗാൾ എന്നുള്ള സംസ്ഥാനം തന്നെ ഇന്ത്യയിൽ നിന്ന് ഡിറ്റാച്ച് വിട്ടുപോയിനുമായിരുന്നു. ഇപ്പൊ തന്നെ POK എന്നൊക്കെ പറഞ്ഞതുപോലെ അവരെ ചൈനയോ വല്ലവരും ഇതിനെ ഒക്കുപ്പൈ ചെയ്തേനെ. അതുകൂടെ അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ബോർഡർ പ്രദേശങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അങ്ങനെയാണല്ലോ. നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം കൊടുക്കത്തില്ല. അവർ എന്ത് നെഗറ്റീവ് സ്റ്റെപ്പുകളാണെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ച് ഇവിടുത്തെയൊക്കെയുള്ള മറ്റു മാധ്യമങ്ങളുടെ രീതികൾ അറിഞ്ഞാൽ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വലിയ ഭീകരനാണ്, അല്ലെങ്കിൽ യോഗി ആദിത്യ BJP-ക്കാരെല്ലാം വലിയ ഭീകരന്മാരാണ്, അവർ ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം. ഇപ്പൊ തന്നെ പെട്രോളിന് ചെറിയ പൈസ 3 രൂപയും 80 കഷ്ടിച്ച് 4 രൂപ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ കുറ്റവും നരേന്ദ്രമോദിക്കാണ്. അതും നരേന്ദ്രമോദിയാണ് ചെയ്തെന്ന് പറയുന്നത്. അതായത് പശ്ചിമേഷ്യ യുദ്ധം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാണെന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഇവർക്കൊക്കെ ടാക്സ് കുറയ്ക്കാമല്ലോ. ഓരോ സംസ്ഥാനങ്ങളും മേടിക്കുന്ന നികുതിയില്ല ഇതിനകത്ത് നിന്ന്. ഇപ്പൊ നമ്മുടെ 4 രൂപ കൂട്ടുമ്പോൾ നമ്മുടെ കേരള സർക്കാർ വിചാരിച്ചാൽ 1.25 രൂപ അതിൽ നിന്ന് കുറച്ച് കൊടുക്കാം. ആരെങ്കിലും തയ്യാറാവുമോ? ഒരു സ്റ്റേറ്റും തയ്യാറാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മോദിക്കെതിരെ എന്ന് നെഗറ്റീവ്സ് പറയാനേ ഉള്ളൂ, പോസിറ്റീവ്സ് പറയാൻ അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയ റെപ്യൂട്ടേഷനെ കുറിച്ച് പറയാനായിട്ട് വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ സംഭവങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് പിന്നെ പൊക്കോട്ടെ, അതൊരു വഴിക്ക് പൊക്കോട്ടെ. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഈ എതിർപ്പുകളാണ് എന്നെ വളർത്തിയെടുക്കുന്നതെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വന്നാൽ ചിക്കൻ നെക്ക് വളരെ സംരക്ഷിത മേഖലയായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ മുർഷിദാബാദ്, മാൽഡ അടക്കമുള്ള നമ്മുടെ തുറന്നു കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെല്ലാം വേലി കെട്ടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മമത ഇതുവരെ സ്ഥലം കൊടുക്കത്തില്ലായിരുന്നു. അത് സാധ്യമായിട്ട് ഇവിടെ വേലി കെട്ടി കമ്പി വേലിയൊക്കെ കെട്ടി തിരിക്കാൻ പോവാണ്. എന്നിട്ട് BSF-ന്റെ കാവലും വരികയാണ്. അതേപോലെ തന്നെ ഈ ചിക്കൻ നെക്കില് സൈനിക സാന്നിധ്യം വരും. സൈനിക സാന്നിധ്യം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കും. അതാണ് അടിസ്ഥാനമായിട്ട് വേണ്ടത്. അതിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇംഗ്ലീഷ് ചാനലുകളാണ് കാര്യമായിട്ട് അത്തരം വാർത്തകളെ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്.